ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ പോർമുഖങ്ങളിൽ നിന്ന് അത്യന്തം ഗൗരവകരമായ ചില സത്യങ്ങൾ പുറത്തു വരികയാണ്. താൻ പിണറായി വിജയനാണെന്നും ബിനോയ് വിശ്വമല്ലെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തുന്ന ആ കാർ യാത്ര വെറുമൊരു യാത്രയല്ല, അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അന്തകക്കുറിപ്പാണ്. ആരാണ് ശരിക്കും ചതിയൻ ചന്തു? ഒരു വശത്ത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെക്കുറിച്ച് വാചാലനാവുകയും മറുവശത്ത് വർഗീയതയുടെയും അഴിമതിയുടെയും കരപുരണ്ടവർക്ക് തന്റെ കാറിൽ സീറ്റൊഴിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വൈരുദ്ധ്യമാണ്. CPIയെ ചതിയൻ ചന്തു എന്ന് വെള്ളാപ്പള്ളി വിളിക്കുമ്പോൾ അതിനെതിരെ മൃദുവായി പ്രതികരണം നടത്തി തടിത്തപ്പുന്ന പിണറായി യഥാർത്ഥത്തിൽ ആരെയാണ് ഭയപ്പെടുന്നത്? മുന്നണിയിലെ രണ്ടാം കക്ഷിയെ പരസ്യമായി അവഹേളിക്കുന്ന ഒരാളെ ചേർത്ത് പിടിക്കുന്നതിലൂടെ പിണറായി നൽകുന്ന സന്ദേശം വ്യക്തമാണ്. അധികാരത്തിന് വേണ്ടി ആരുമായും കൈകോർക്കാം, ഏത് ആദർശവും പണയം വെക്കാം. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയും മുഖ്യമന്ത്രിയുടെ ക്ഷോഭവും അന്വേഷണം നടക്കുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് തെളിയുന്ന ആ ക്ഷോഭം എന്തിനെയാണ് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഭക്തർ പവിത്രമായി കാണുന്ന ശബരിമലയെ സ്വർണ്ണ കവർച്ച നടന്നത് തന്റെ ഭരണകാലത്താണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകാതെ മാധ്യമപ്രവർത്തകരെ വിരട്ടുന്നത് ഒരു ജനാധിപത്യ ഭരണാധികാരിക്ക് ചേർന്നതാണോ? കടകംപള്ളി സുരേന്ദ്രനെ സംരക്ഷിക്കുന്നതിലൂടെയും ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിലൂടെയും സംശയത്തിന്റെ മുന നീളുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ്. അന്വേഷണം ഹൈക്കോടതി നിരീക്ഷണത്തിലാണെന്ന് പറഞ്ഞ് കൈകഴുകുന്ന മുഖ്യമന്ത്രി തന്റെ മൂക്കിന് താഴെ നടന്ന ഈ മഹാകൊള്ളയിൽ ഉത്തരവാദിത്വം ഏൽക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? തട്ടിപ്പുകാരും ഭരണസ്ഥിരാ കേന്ദ്രങ്ങളും അടൂർ പ്രകാശിനെയും സോണിയാഗാന്ധിയെയും കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം തണലിൽ വളരുന്ന തട്ടിപ്പുകാരെ കാണാതെ പോകുന്നത് വിരോധാഭാസമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും എങ്ങനെ ഇത്ര സ്വാധീനമുള്ളവരായി മാറി? ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ തട്ടിപ്പുകാർക്ക് പരവതാനി വിരിക്കുന്ന നിലപാടാണ് ഈ സർക്കാരിൻ്റെതെന്ന് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ തെളിയിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൊഞ്ഞനം കുത്തുന്നു എന്ന് പരിഹസിക്കുന്ന പിണറായി വിജയൻ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ശ്രമിക്കുന്നത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന പ്രഹസനം സർവേകൾ നടത്തിയും കണക്കുകൾ നിരത്തിയും കേരളം അതിദാരിദ്ര്യ മുക്തമാണെന്ന് പ്രഖ്യാപിക്കുന്ന സർക്കാർ സാധാരണക്കാരന്റെ ജീവിതം എത്രത്തോളം ദുസ്സഹമാണെന്ന് കാണുന്നില്ല. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് പകരം PR ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചുമതലകൾ നൽകി ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ശൈലിയാണ് ഇവിടെയും കാണുന്നത്. അധികാരഗർവും ആദർശശുദ്ധിയും വരുന്ന തിരഞ്ഞെടുപ്പിൽ നയിക്കുന്നത് താനാണോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന മറുപടിയിൽ പോലും നിഴലിക്കുന്നത് ഒരുതരം ഏകാധിപത്യ സ്വഭാവമാണ്. കേരളത്തിലെ ഇടതുപക്ഷം ഇന്ന് പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞു. ബിനോയ് വിശ്വത്തിന്റെ ആദർശശുദ്ധിയുള്ള നിലപാടുകളെ പുച്ഛിച്ച് തള്ളുന്നതിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മതേതര മൂല്യാധിഷ്ഠി രാഷ്ട്രീയത്തിനാണ് പിണറായി കുഴി തോണ്ടുന്നത്. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിൽ തെറ്റില്ലെന്ന് ആവർത്തിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. വർഗീയതയോടും അഴിമതിയോടും സന്ധി ചെയ്യുന്ന ഈ ഇടതുപക്ഷ ഭരണം കേരളത്തിന്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായമായി മാറുമെന്നതിൽ സംശയമില്ല. അധികാരത്തിന്റെ തണലിൽ എന്ത് കൊള്ളരുതായ്മയും മറച്ചു പിടിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ വ്യാമോഹം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരുത്തി കാണിക്കുമെന്ന ഉറപ്പാണ്.